സ്നേഹപ്പെട്ട എല്ലാവർക്കും പരിധിയിലേക്ക് സ്വാഗതം. മുമ്പിലത്തെ കഷ്ടങ്ങൾ മറന്നുപോകും. ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമി സൃഷ്ടിക്കുന്നു. യെശയ്യാവ് 65:16-17 വാക്യം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. ലോകത്തോടുള്ള ബന്ധത്തിൽ ഇത്തരത്തിലുള്ള പുനഃസ്ഥാപനം ദൈവം കലാപരമായി നടപ്പിലാക്കിയതായി യെശയ്യാവ് വിവരിക്കുന്നു. നമ്മുടെ മനസ്സിൽ നാം തകർന്നാലും നമ്മുടെ സ്വാർത്ഥതയാൽ ഉടഞ്ഞു പോയാലും പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്യുന്നു. പഴയ ലോകത്തെ കേവലം നന്നാക്കാൻ മാത്രമല്ല, അതിനെ പൂർണ്ണമായി പുതുക്കുവാനും നമ്മുടെ നാശത്തെ എടുത്ത് പുതിയ സൗന്ദര്യത്തെ തിളങ്ങുന്ന ലോകത്തെ രൂപപ്പെടുത്താനും അവൻ പദ്ധതിയിടുന്നു. ഈ പുതിയ സൃഷ്ടി വളരെ അതിശയിപ്പിക്കുന്നതായിരിക്കും. മുമ്പിലത്തെ കഷ്ടങ്ങൾ മറന്നുപോകും. മുമ്പിലത്തെ ആരും ഓർക്കുകയില്ല. ഈ പുതിയ സൃഷ്ടിയിലൂടെ ദൈവം നമ്മുടെ തെറ്റുകൾ മറയ്ക്കാൻ ശ്രമിക്കുകയല്ല, മറിച്ച് അവൻ്റെ സൃഷ്ടിപരമായ ഊർജ്ജം പകർന്ന് വൃത്തികെട്ടവയെ മനോഹരമാക്കുകയും നിർജീവമായവ വീണ്ടും ജീവിപ്പാൻ ചെയ്യുകയും ചെയ്യും. തകർന്നു പോയ നമ്മുടെ ജീവിതത്തെ നാം പരിശോധിക്കുമ്പോൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം തൻ്റെ മനോഹരമായ പുനഃസ്ഥാപനം പ്രാവർത്തമാക്കുന്നു. എന്തിനാണ് മനോഹരമായ പുനഃസ്ഥാപനം വേണ്ടത്? പുതിയ സൃഷ്ടിയുടെ ഈ ബിംബം എങ്ങനെയാണ് നിങ്ങളിൽ പ്രതീക്ഷ നടത്തുന്നത്? പ്രാർത്ഥിക്കാൻ പ്രിയ ദൈവമേ, ദയവായി എന്നെ പുനഃസ്ഥാപിക്കുകയും ഞങ്ങളുടെ ലോകത്തെ നവീകരിക്കുകയും ചെയ്യണമേ. താങ്ക് ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.